അധ്യായം 3. പുതിയ പള്ളിക്കൂടം. പുതിയ പള്ളിക്കൂടത്തിൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടൂട്ടോച്ചാൻ ഒന്ന് നിന്നു. പഴയ സ്കൂളിൻ്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനവുമുണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ വാതിലിൻ്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള 2 കുറ്റികൾ മാത്രം. ഹായ്, വളരണ വാതില്. ടോട്ടോച്ചാൻ അതിശയിച്ചു പോയി. ഇത് ടെലിഫോൺ പോസ്റ്റിന്റെ അത്രയും വളരുമോ? അവൾക്ക് കൗതുകമടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ അത് വാതിൽ തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെയായിരുന്നു. തല ചെരിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. ടോ മോ ഗാ ക്വീൻ. ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാട്ടിനിടയിലൂടെ അവളത് കണ്ടത്. ഹായ്. വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞു മാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാം. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്, അവിടെ ഒരു തീവണ്ടി. ആ മൈതാനത്തില്. അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. അത് ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ 6 റെയിൽവേ കോച്ചുകൾ. ടോട്ടോച്ചാന് ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പള്ളിക്കൂടം. ചരിഞ്ഞു വീഴുന്ന ഇളം വെയിലിൽ റെയിൽ മുറികളുടെ ജനൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിൽ വിടർന്നു നിന്ന അവളുടെ നീലക്കണ്ണുകൾക്ക് അതിലേറെ തിളക്കം. അധ്യായം 4. എനിക്ക് ഈ സ്കൂള് ഇഷ്ടായി. കൊച്ചു ടോട്ടോയ്ക്ക് സന്തോഷം കൊണ്ട് കാലുകൾ നിലത്തുറയ്ക്കാതെയായി. തീവണ്ടി സ്കൂളിനടുത്തേക്ക് അവൾ കുതിച്ചു. അമ്മേ, ഒന്ന് വേഗം വന്നാട്ടെ. തീവണ്ടി അനങ്ങിത്തുടങ്ങും മുമ്പ് കേറണം. അവൾ തിരഞ്ഞു നിൽക്കാതെ പറഞ്ഞു. അവൾക്കൊപ്പം എത്താൻ അമ്മയ്ക്ക് ഓടേണ്ടി വന്നു. ഭാഗ്യത്തിന് അവർ പണ്ടൊരു ബാസ്കറ്റ്ബോൾ കളിക്കാരിയായിരുന്നു. അതുകൊണ്ട് റെയിൽ മുറിയുടെ വാതിൽക്കൽ വച്ച് തുള്ളിച്ചാടി ഓടുന്ന ടോട്ടോച്ചാൻ്റെ ഉടുപ്പിൽ പിടികിട്ടി. അവൾ അകത്തേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ്. ടോട്ടോ, നില്ലവിടെ. ഇത് തീവണ്ടിയല്ല, ക്ലാസ് മുറിയാ. അമ്മ വിലക്കി. അനുനയപൂർവം അവൾ തുടർന്നു. നീ ഇവിടെ ചേരാൻ പോണതേയുള്ളൂ. ഇപ്പോൾ അകത്തേക്ക് കയറിക്കൂടാ. പിന്നെ തീവണ്ടി സ്കൂളിൽ ഇരിക്കണമെങ്കിൽ നീ നമ്മൾ കാണാൻ പോണ ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കണം, കേട്ടുല്ലോ. തീവണ്ടി മുറിയിൽ കയറാനാവാത്തതിൽ അവൾക്ക് നിരാശ തോന്നി. എങ്കിലും അമ്മ പറയും പോലെ കേൾക്കുന്നതാണ് നല്ലതെന്നുറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് ഈ സ്കൂള് നന്നേ ഇഷ്ടായി. അമ്മയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. മാസ്റ്റർക്ക് അവളെ ഇഷ്ടപ്പെടാതെ വരുമോ? ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു. ആദ്യത്തെ പിരീഡ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തീവണ്ടി മുറികളാകെ നിശബ്ദം. ഇടുങ്ങിയതെങ്കിലും ചുമരുകളില്ലാത്ത സ്കൂൾ മുറ്റത്ത് ചുറ്റും മരങ്ങൾ. ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളുടെ നീണ്ട നിരകൾ. ഹെഡ് മാസ്റ്ററുടെ മുറി തീവണ്ടിയിലായിരുന്നില്ല. ഗേറ്റിന് മുന്നിലായി അർദ്ധവൃത്താകൃതിയിലുള്ള 7 പടികൾക്ക് മുകളിൽ ഒരൊറ്റ നില കെട്ടിടം. അതിൻ്റെ വലത്തേയറ്റത്ത് മാസ്റ്ററുടെ മുറി. അമ്മയുടെ പിടിയിൽ കുതറി ടോട്ടോച്ചാൻ പടികളിലൂടെ ഓടിക്കയറി. 7ാമത്തെ പടിയിലെത്തിയപ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എന്താ നിന്ന് കളഞ്ഞേ? അവൾക്കൊപ്പം എത്താൻ ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ ചോദിച്ചു.
മകളുടെ മനസ്സ് മാറുകയോ മറ്റോ ചെയ്തോ എന്നായിരുന്നു അവരുടെ സംശയം. അമ്മ അവൾക്ക് താഴെ എത്തി. മുകളിലെ പടവിൽ നിന്ന് താഴേക്ക് ചാഞ്ഞ് ടോട്ടോച്ചാൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു. നമ്മൾ കാണാൻ പോണതേ ശരിക്കുള്ള സ്റ്റേഷൻ മാസ്റ്ററെയാ. അമ്മയ്ക്ക് വേണ്ടുവോളം ക്ഷമയും സഹൃദത്വവും ഉണ്ടായിരുന്നു. അവളോട് ചേർന്ന് നിന്ന് മന്ത്രിക്കുന്ന സ്വരത്തിൽ അവർ ചോദിച്ചു, ആണോ? അതേ മട്ടിൽ അവൾ വീണ്ടും പറഞ്ഞു, ഹെഡ് മാസ്റ്റർ ആണെന്നല്ലേ അമ്മ പറഞ്ഞേ. ഇത്രയും ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാ. നീ തന്നെ മാസ്റ്ററോട് പോയി ചോദിക്കേ. അമ്മയ്ക്ക് ഉത്തരം മുട്ടി. സ്കൂളിൽ തീവണ്ടിമുറി ഉപയോഗിക്കുന്നത് ഏതായാലും വിചിത്രമായൊരു ഏർപ്പാടാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. കൂടുതൽ വിശദീകരിക്കാനാവില്ല, സമയവുമില്ല. എങ്കിലും അവർ പറഞ്ഞു, നിന്റെ അച്ഛൻ വയലിൻ വായിക്കുമല്ലോ, വീട്ടിൽ ഒത്തിരി വയലിനുമുണ്ട്. എന്ന് വച്ച് നമ്മുടെ വീട് വയലിൻ വിൽക്കണ കടയാണോ? ഹേ അല്ലല്ലോ. ഞൊടിയിടയിൽ അമ്മയുടെ തൊപ്പി കൈക്കലാക്കിക്കൊണ്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു.